Hello guys, I am Atmas and welcome back to my channel Superness. നമ്മുടെ സൂപ്പർനെസ് സൂപ്പർ ഹീറോസ് സൂപ്പർനെസ്സിൻ്റെ വേണ്ടി ഒരു പുതിയ മാർവൽ ഇവിടേക്ക് എല്ലാ സൂപ്പർ ഫാൻസിനും സ്വാഗതം. സോ അങ്ങനെ ഡെയർഡെവിൾ ബോൺ അഗെയിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡും അങ്ങനെ ജിയോ ഹോട്ട്സ്റ്റാർ റിലീസായിരിക്കുകയാണ്. സോ ഇന്നത്തെ ഇവിടെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് പോകുന്നത് ഡെയർഡെവിൾ ബോൺ അഗെയിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന അടുത്തുള്ള ബെല്ലേക്ക് കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, ടു ബി ഫ്രാങ്ക്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, സത്യം പറഞ്ഞോട്ടെ, ഈ എപ്പിസോഡിൽ കാര്യമായിട്ട് വലുതായിട്ടൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. മെയിൻലി ഒരു എന്താ പറയുക, ഒരു കോർട്ടിൽ നടക്കുന്നൊരു കഥയാണ് ഈ തേർഡ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. സോ എന്തൊക്കെ തന്നെയായാലും 44 മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ എപ്പിസോഡിൻ്റെ പേര് ദ ഹോളോ ഓഫീസ് ഹാൻഡ് എന്നാണ്. ദ ഹോളോ ഓഫീസ് ഹാൻഡ് എന്ന് പറയുന്നത് ഹെക്ടർ അയാലെയാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണുന്നത് മാറ്റ് അയാലെ കാണാനായിട്ട് പ്രസൻറ്റിലോട്ട് പോകുന്നതാണ്. അവർ രണ്ടുപേരും അവിടെ വെച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, അതായത് ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് സീനിലായിട്ട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു ട്രക്കിൽ കുറച്ച് സ്മഗ്ലേഴ്സ് ആണെന്ന് തോന്നുന്നു, കുറച്ച് ക്രിമിനൽസ് ഇങ്ങനെ പോകുന്നു. പെട്ടെന്ന് അവിടെ ഒരാൾ അവരെ തടയുന്നു. അതിലുള്ള ഒരുത്തനെ ഷൂട്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതൊരു ഗ്യാങ് വാർ ആവാൻ സാധ്യതയുണ്ട്. പിന്നീട് നമ്മളെ സ്വന്തം BB റിപ്പോർട്ട് കാണുന്നു. സോ BB റിപ്പോർട്ടിൻ്റെ ശരിക്കുള്ള പണി നമുക്കിപ്പോൾ അറിയാമല്ലോ, നമ്മളെ ലൈഫിൻ്റെ തന്നെ ഒരു പാർട്ടായിരിക്കുകയാണ്. BB റിപ്പോർട്ടിൻ്റെ മെയിൻ പണി ആൾക്കാരെ ഒപ്പീനിയൻ പോയി ചോദിക്കുക എന്നത് തന്നെയാണ്. പിന്നീട് നമ്മളെ ഫിസ്ക് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതാണ് കാണുന്നത്. ഫിസ്ക് നമ്മുടെ എപ്പിസോഡ് 1 തന്നെ നമ്മൾ കണ്ടാണ്. ഫിസ്ക് ഭയങ്കര ഭക്ഷണപ്രിയനായിരിക്കുകയാണ്. ഇപ്പം ഫുഡ് അടി മാത്രമേ ഉള്ളൂ. എന്തൊക്കെ തന്നെ ഫിസ്കിൻ്റെ വൈഫായിട്ടുള്ള വെനസ അവിടെ തന്നെ ഉണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ മാറ്റ് വാഷ്റൂമിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു പോലീസ് ഓഫീസർ വരികയും അവർ തമ്മിലൊരു കോൺവെർസേഷനാണ് നമ്മൾ കാണുന്നത്. അതധികം എന്താ പറയുക ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നീട് നമ്മൾ സ്ട്രീറ്റ് കാണുന്നു. ആ സ്ട്രീറ്റിലുമായിട്ട് നമ്മൾ പണിഷറിൻ്റെ ലോഗോ കാണുന്നു. സോ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ സെക്കൻഡ് എപ്പിസോഡിൻ്റെ അവസാനം നമ്മളെ മാറ്റിനെ തല്ലിയ ഒരു പോലീസുകാരൻ്റെ കയ്യിൽ ഈ ഒരു പണിഷറിൻ്റെ ടാറ്റു ഉണ്ടായിരുന്നു. അതിനെ പറയാൻ വിട്ടുപോയി. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക, ഈ നമ്മളെ ഹെക്ടർ അയാളെ രക്ഷിച്ച പയ്യൻ, അതായത് നമ്മുടെ നിക്കി ടോർസ് എന്ന് പറയുന്ന പയ്യൻ, ആ പയ്യനെ നമ്മുടെ മാറ്റ് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. സോ പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ കോർട്ടിൻ്റെ ഒരു ഹിയറിംഗ് ആണ്. പറഞ്ഞ പോലെ തന്നെ ഈ എപ്പിസോഡിൻ്റെ ഭൂരിഭാഗവും 1/4 നടക്കുന്നത് കോർട്ടിൻ്റെ അകത്ത് വെച്ചാണ്. സോ അവിടെ വെച്ചിട്ട് നമ്മൾ കോർട്ടിലെ ഹിയറിംഗ് കാണുന്നു. അവിടെ വെച്ചിട്ടായിട്ട് ഒരു പോലീസ് ഓഫീസർ ആ ഒരു കൂടിൽ കയറി ഇരിക്കുന്നു. സോ അവിടെ വെച്ചിട്ടായിട്ട് നമ്മളെ മാറ്റ് ചോദിക്കുന്നുണ്ട്, നിക്കി ടോർസ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമോ എന്ന്. പക്ഷേ നിക്കി ടോർസ് ഒരു ഇൻഫോമർ ആണെന്ന് നമുക്ക് അവരുടെ ആ ഒരു കോൺവെർസേഷനിലൂടെ മനസ്സിലാക്കുന്നു. സോ എനിക്ക് തോന്നുന്നില്ല. സോ എന്താ പറയുക, ഒരു ഇഷ്യൂ ഉണ്ടായി, അതായത് പോലീസും ഈ നിക്കി ടോർസ് എന്ന് പറയുന്ന ഇൻഫോമറും തമ്മിൽ എന്തോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ അന്ന് നമ്മൾ കണ്ട അടി ഉണ്ടായത്. സോ എന്താ പറയുക, ആ ഒരു വിറ്റ്നസ് ആയിട്ടുള്ള നിക്കി ടോർസിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് കോടതി പറയുന്നുണ്ട്. ഒരു ചേസ് തന്നെ വേണ്ടി വന്നു, അതായത് നമ്മുടെ മാറ്റിൻ്റെ അസിസ്റ്റൻസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കൊണ്ടുവന്നത്. കാരണം പോലീസ് ഒരുപാട് ചേസ് ചെയ്തു. പിന്നീട് ഒരു സ്പെഷ്യൽ വെഹിക്കിളിലോട്ട്, അതായത് കുറച്ച് ട്രിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു വണ്ടിയിലായിട്ട് ഇവനെ കൊണ്ടുവരുന്നു. പക്ഷേ ഇവനെ കൊണ്ടുവരുന്നെങ്കിലും ഇവൻ നമ്മുടെ ഹെക്ടർ അയാളെ സപ്പോർട്ട് ചെയ്തല്ല പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഫിസ്കിൻ്റെ ഒരു ആളാണ്. ഫിസ്കിൻ്റെ ആൾ ഒരു ട്രാക്ക് സൂട്ട് ഗ്യാങ് ആണെന്ന് തോന്നുന്നു. ഒരു ട്രാക്ക് സൂട്ടൊക്കെ എടുത്തൊരുത്തനും പിന്നെ കുറച്ച് തഗ്സുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചായിട്ട് പറയുന്നുണ്ട്, നീ നിൻ്റെ ഫിസ്കിനെ കൊണ്ടുപോകാൻ, ഞാൻ നിൻ്റെ അടുത്തൊന്നും ഡീൽ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു എന്താ പറയുക, ഈ ഒരു എപ്പിസോഡിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് സീനല്ല. പക്ഷേ ഈ വരാൻ പോകുന്ന എപ്പിസോഡുകളിലേക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ലീഡാണത്. അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ പറയുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ മാറ്റിനെ തന്നെയാണ്. അതിനുശേഷം മാറ്റിൻ്റെ ഒരു ചെറിയ സീനുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഫിസ്കും നമ്മുടെ വെനസയുടെ ഒരു കൗൺസിലിംഗ് ആണ്. അവിടെ ആടത്തിൻ്റെ വാക്ക് ഇത് പറയുന്നുണ്ട്. വെനസ ആരാണെന്ന് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. പിന്നീട് എന്താ പറയുക, അയാളുടെ ഒരു കോർട്ട്,
കോർട്ടിലെ ആ ഒരു സീനാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ചിട്ടായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുന്നു അയാളൊരു ഫാമിലി മാനാണ്. അയാൾക്ക് പുതിയൊരു ഹൗസിന് വേണ്ടി അയാൾ കുറച്ച് പൈസ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അയാൾ അതൊക്കെ എല്ലാം സെറ്റായിട്ട് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പൂക്കൾ മേടിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് ഇതുണ്ടായതെന്ന് പറയുന്നുണ്ട്. സോ ഈ ഒരു ആളെ എന്തിനാണ് ഹെൽപ്പ് ചെയ്തതെന്ന് നമ്മുടെ മാറ്റ് കോർട്ടിൽ വെച്ച് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തത് ഒരു നല്ല കാര്യം അല്ലെങ്കിൽ റൈറ്റ് തിങ് ആണെന്നാണ് നമ്മുടെ അയാളെ പറയുന്നത്. പിന്നെ പെട്ടെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത നമ്മൾ കാണുന്നത് വെച്ചാൽ വൈറ്റ് ടൈഗറിൻ്റെ മാസ്ക് നമ്മളെ മാറ്റ് ഈ കോർട്ടിന് മുമ്പിൽ കാണിക്കുന്നു. അത് ഭയങ്കര സീനായി. അതായത് നമ്മുടെ വൈറ്റ് ടൈഗർ എന്ന വിജിലാൻറ്റി ആയിട്ട് ശരിക്കുള്ളത് ഹെക്ടർ അയാലാണെന്ന് പറയുന്നുണ്ട്. അത് കോർട്ടിൽ വളരെയധികം ഇഷ്യൂ ഉണ്ടായി. അതുകൊണ്ട് എല്ലാവരും മറ്റേ ഒപ്പോസിഷൻ ലോയർ മാറ്റിനെയും നമ്മുടെ ജഡ്ജ് ചേംബറിലോട്ട് വിളിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ചിട്ട് അവർ കുറച്ച് സംസാരിക്കുന്നു. പിന്നീട് നമ്മുടെ സ്വന്തം ബീബി റിപ്പോർട്ട് കാണുന്നു. അഫ്കോഴ്സ് ഈ ഒരു ഷോയുടെ തന്നെ വൺ ഓഫ് ദ എൻഗേജിങ് ബിറ്റ്സിലൊന്നാണ് ഈ ബീബി റിപ്പോർട്ട്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ അയാളെയും മാറ്റിനെയാണ് അവർ ജയിലിൽ വെച്ച് കാണുന്നത്. പിന്നീട് പെട്ടെന്ന് നെക്സ്റ്റ് സീനിലായിട്ട് നമ്മൾ കാണുന്നത് കോർട്ടാണ്. അവിടെ വെച്ചിട്ടായിട്ട് വൈറ്റ് ടൈഗർ രക്ഷിച്ച ഒരുപാട് വിറ്റ്നസ്സുകൾ, ഒരുപാട് പെൺകുട്ടികളെ ആ ഒരു കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് പേര് ആക്രമിക്കാൻ വന്നു. അപ്പോഴൊക്കെ വൈറ്റ് ടൈഗറാണ് രക്ഷിച്ച് എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ കോർട്ടിൽ നമ്മുടെ മാറ്റ് ഒറ്റയ്ക്ക് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്, ആരുമില്ലാത്ത സമയത്ത്. അപ്പം നമ്മുടെ മാറ്റിൻ്റെ കയ്യിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മാറ്റിൻ്റെ കയ്യിൽ ആ ഒരു ഹോണുണ്ട്, അതായത് ഡെയർഡെവിൾ മാസ്കിൻ്റെ പൊട്ടിപ്പോയ ഹോണുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ അയാൾ ഒരു കോർട്ടിലെ കേസ് ജയിക്കുന്നതായിട്ടാണ് കാണുന്നത്. അയാൾ ഇസ് നോട്ട് പ്രൂവൺ ഗിൽറ്റി, അയാൾ ഫ്രീ ആയിരിക്കണം, അയാൾ കുറ്റക്കാരനല്ല. പിന്നീട് നമ്മുടെ മാറ്റ് കോർട്ടിൽ നിന്ന് വെളിയിലോട്ട് നടന്നു പോകുന്നതാണ് കാണുന്നത്, വിജയ ശ്രീലാൾ തന്നെ. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ ഫിസ്ക് ഈ ഒരു ന്യൂസ് കാണുന്നുണ്ടായിരുന്നു. അതായത് ഈ അയാളെ അയാളെ കോർട്ടിലെ ഈ കേസിൽ ജയിച്ചത്. അപ്പോൾ നമ്മളെ ബിബിയെ വിളിക്കാൻ പറഞ്ഞു, ആ പെണ്ണിനെ വിളിക്കാൻ പറഞ്ഞു നമ്മുടെ ഡാനിയൽ എന്ന് പറഞ്ഞ അസിസ്റ്റൻ്റ് അടുത്ത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ മാറ്റും ഹീത്തറും അവർ കുക്ക് ചെയ്യുന്നതാണ് ആ ഒരു ഡിന്നറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ഫിസ്ക് നമ്മുടെ ബിബിയുടെ അടുത്ത് സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ വെച്ചിട്ടായിട്ട് വിജിലാൻറ്റീസിനെതിരായിട്ടൊക്കെ സംസാരിക്കുന്നത്. വിജിലാൻറ്റികൾ ഹീറോ അല്ല എന്ന് പറയുന്നുണ്ട്. ഈ മാസ്ക് വെച്ച് നടക്കുന്നവർ അവന്മാർ കവാർഡ്സ് ആണെന്ന് പറയുന്നുണ്ട്. ആ ഒരാൾ കവാർഡാണെന്ന് പറയുന്നുണ്ട്. സോ ആ ഒരു ഡയലോഗിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് തന്നെ വൈറ്റ് ടൈഗർ സൂട്ടിടുന്ന ഹെക്ടർ അയാളെ കാണുന്നു. സോ ഈ വൈറ്റ് ടൈഗർ സൂട്ടിട്ട് ആൾ നല്ല പുറത്തോട്ട് പോകുന്നു. പക്ഷേ പെട്ടെന്ന് ഒരാൾ വൈറ്റ് ടൈഗർ അഥവാ ഹെക്ടർ അയാളെ ഷൂട്ട് ചെയ്തിടുന്നതാണ് നമ്മൾ കാണുന്നത്. സോ ആ ഒരാൾ കോട്ടും സൂട്ടൊക്കെ ഇട്ട് മുഖമൊക്കെ മറിച്ചാണ് വരുന്നത്. സോ പെട്ടെന്ന് നമ്മൾ അവിടെ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ പണിഷറിൻ്റെ ലോഗോയാണ് അയാളുടെ നെഞ്ചത്ത് കാണുന്നത്. സോ അഫ്കോഴ്സ് അത് പണിഷർ ആയിരിക്കാം, കാരണം നമ്മൾ ഇതിൻ്റെ പല പ്രോമോസിലും ടീസറിലും ട്രെയിലറിലും കണ്ടതാണ്. പണിഷർ ഈ ഒരു ഷോയിലുണ്ട് എന്നത് വളരെ കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല ഒരു പണിഷറിൻ്റെ ഒരു സോളോ സ്റ്റോറി നമ്മുടെ മാർവലിൽ വരും എന്നുള്ളത് ഒരുപാട് നാളെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. അത് മാത്രമല്ല ഈ അടുത്ത എപ്പിസോഡ് വളരെ കിടിലമാകും എന്നുള്ള അതിനുള്ള ഒറ്റ ഉത്തരമാണ് ഈ ഒരു എൻഡിങ്, അതായത് ഈ ഒരു ക്ലിഫ് ഹാങ്ങർ പണിഷറിനെ കൊണ്ട് ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത്. സോ ഗൈസ് എന്തൊക്കെ തന്നെയാണ് ഇത്രയൊക്കെയായിരുന്നു ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് മറ്റൊരു മാർവൽ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടാം. അതിനാണ് ദിസ് ഇസ് മാത്മ സൈനിങ് ഔട്ട് ആൻഡ് യു വാച്ചിങ് സൂപ്പർ നെയിം ആൻഡ് നമ്മുടെ സൂപ്പർ ഹീറോസ്.